ജീവിതത്തെ അധോഗതിയിലേക്ക് നയിക്കുന്നതും ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതും മനസ്സ് തന്നെയാണ്. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സ് തന്നെയാണ്. മനസ്സ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും. അത് നമ്മളെ നരകത്തിലേക്ക് നയിക്കാനും കഴിയും. ശത്രുവിനെയും മിത്രത്തെയും സൃഷ്ടിക്കുന്നത് മനസ്സു തന്നെയാണ്. ശോഭനങ്ങളായ ഭാവനാബലങ്ങളെ അടിക്കടി വർദ്ധിപ്പിക്കുകയും അശുഭങ്ങളും ദുർഭരങ്ങളുമായ വിശ്വാസങ്ങളെയും വിചാരങ്ങളെയും ഒട്ടാകെ തട്ടിത്തകർത്ത് താഴത്ത് വലിച്ചിടുകയും ചെയ്യുന്ന നിമിഷത്തിൽ മനുഷ്യൻ താനെ ഉയരുന്നതാണ്. മനുഷ്യൻ തൻ്റെ സർവമനോഹരമായ മഹത്വത്തെ അനുസരിച്ച് ഉയരുമ്പോൾ അവനെ വലിച്ചു തള്ളുവാനോ പിടിച്ചു താഴ്ത്തുവാനോ ഒരുത്തനും സാധ്യമല്ല. ലക്ഷ്യത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള പുരോഗമന മഹോത്സവത്തിനിടയിൽ മരണത്തെപ്പോലും പൂർവാധികം ബലം നൽകുന്ന ആനന്ദനിദ്രയായി കരുതിപ്പോരുന്ന മനുഷ്യൻ്റെ മുന്നിൽ കത്തിജ്വലിക്കുന്ന ചൈതന്യാഗ്നിയിൽ ഭീമങ്ങളായ നിശേഷ പ്രതിബന്ധങ്ങളും ശലഭങ്ങളത്രേ. അനന്തവിശാലതയുടെയും വൈവിധ്യത്തിൻ്റെയും വൈചിത്ര്യത്തിൻ്റെയും ഒരു മഹാക്ഷേത്രമാണ് ഈ ലോകം. ഒരു പുല്ലോലയ്ക്ക് പോലും ന്യായമായി എന്തു ലഭിക്കണമെന്ന് ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടണം?